വിമാനാപകടത്തിൽ കാണാതായ പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയായ സൈനികന്റെ മൃതദേഹം 56 വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയെന്ന വാർത്ത വരുന്നുണ്ട്. ഇലന്തൂർ ഒടാലിൽ OM തോമസിന്റെ മകൻ തോമസ് ചെറിയാനാണ് 1968 അദ്ദേഹം മരണമടഞ്ഞു. ഇപ്പോൾ 56 വർഷങ്ങൾക്ക് ശേഷമാണ് ആ മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, എങ്ങനെയാണ് ഇത്ര വർഷങ്ങൾക്ക് ശേഷം ആ മൃതദേഹം കണ്ടെത്തുന്നത്? അത് ഇദ്ദേഹത്തിൻ്റെതാണ്, തോമസ് ചെറിയാൻ്റെതാണെന്ന് എങ്ങനെയാണ് ഉറപ്പിച്ചത്? പരിശോധന അടക്കം പൂർത്തിയാക്കിയിരിക്കുന്നതെന്നാണ് സൈനിക എൻഫോഴ്സ്മെന്റ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആറന്മുള പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ തോമസ് ചെറിയാൻ 1968 മരണമടഞ്ഞു എന്നൊരു വിവരം മാത്രമാണ് ബന്ധുക്കൾക്ക് ലഭിച്ചത്. അതൊരു വിമാന അപകടമായിരുന്നു. ഈ സൈനിക സേവനം പൂർത്തിയാക്കി ധാക്ക അതിർത്തിയിൽ നിന്ന്, ബംഗ്ലാദേശ് ധാക്ക അതിർത്തിയിൽ നിന്ന് മടങ്ങുകയായിരുന്ന ഫ്ലൈറ്റ് അപകടത്തിൽപ്പെടുകയായിരുന്നു. മറ്റുള്ള ആളുകളുടെ പൂർണ്ണമായ മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷേ തോമസ് ചെറിയാനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ആ മൃതദേഹം മലകൾക്കിടയിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചുവെന്നാണ് പറയുന്നത്. പൂർണ്ണമായ മൃതദേഹമല്ല എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും അജയ് ചൗഹാൻ എന്ന മിലിറ്ററി എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥൻ വിളിച്ചതനുസരിച്ച് ഈ ആറന്മുളയിലെ ബന്ധുക്കളെ, ജ്യേഷ്ഠനെയും ജ്യേഷ്ഠന്റെ മകനെയും ഒക്കെ വിവരം അറിയിക്കുകയായിരുന്നു. എന്തായാലും ഒരു മൃതദേഹം ഏറ്റുവാങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ ഈ വീട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ബന്ധുക്കളെ നമ്മൾ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശ്രീജിത്ത്, ഈ ഇദ്ദേഹത്തിന്റെ തോമസ് ചെറിയാന്റെ ബന്ധുക്കൾ ഇപ്പോൾ നാട്ടിലുണ്ടോ? ആരൊക്കെയാണ് അങ്ങനെയെങ്കിൽ നാട്ടിലുള്ളവർ? ഗൂഗിൾ ഇപ്പോൾ നാട്ടിലുള്ളത് ജ്യേഷ്ഠന്റെ മക്കളും ജ്യേഷ്ഠനുമാണ് എന്നൊരു വിവരമാണ്, പ്രാഥമിക വിവരം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അവരെ ട്രേസ് ചെയ്തിട്ടുണ്ട്. ആറന്മുള പോലീസ് ആ മൃതദേഹം ഇവിടെ എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ സൈന്യവുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിച്ചു എന്നാണ് കഴിയുന്നത്. സംസ്കാര ചടങ്ങുകൾ പള്ളിയിൽ വെച്ച് തന്നെ നടത്തണമെന്ന് ബന്ധുക്കൾ അറിയിച്ചുവെന്നും ആറന്മുള പോലീസ് അറിയിക്കുന്നുണ്ട്. എന്തായാലും അടുത്ത ദിവസം തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. 1968 ഇത്തരത്തിൽ 22ാമത്തെ വയസ്സിൽ SLC വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം കാത്തലിക് കോളേജിൽ പ്രീ ഡിഗ്രി ഒക്കെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് സൈനിക സേവനത്തിലേക്ക് ഇദ്ദേഹം പോകുന്നത്. എന്തായാലും ആ മൃതദേഹാവശിഷ്ടം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് ഇപ്പോൾ സൈന്യം അറിയിച്ചിട്ടുള്ളത്. ഗൂഗിൾ. ശരി ശ്രീജിത്ത്. പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയായ സൈനികന്റെ മൃതദേഹം 56 വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം മരിച്ചത്. അതൊരു വിമാന അപകടത്തിലാണ് മരിച്ചത്. തോമസ് ചെറിയാൻ എന്ന സൈനികന്റെ മൃതദേഹം ഇപ്പോൾ 56 വർഷങ്ങൾക്ക് ശേഷം കണ്ടെടുത്തിരിക്കുന്നു. അത് തോമസ് ചെറിയാൻ്റെ എന്ന പരിശോധനകളിലുള്ള DNA പരിശോധന അടക്കം നടത്തി ഉറപ്പിച്ചിരിക്കുന്നു. മൃതദേഹം നാട്ടിലേക്ക്, പത്തനംതിട്ട ഇലന്തൂരിലേക്ക് എത്തിക്കും. അവിടെ മതാചാരപ്രകാരം പള്ളിയിൽ സംസ്കാരം നടത്തുമെന്നതാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ നൽകിയ വിവരം.